ഹായ് ഹലോ. ഇന്നൊരു ചെറിയ പെറ്റ് സ്റ്റേഷൻ യാത്രയാണ് കേട്ടോ. ഇതിനു മുന്നേ പോയിട്ടും വീണ്ടും ഒന്നുകൂടെയും പോകാൻ തോന്നിയ ഏക സ്ഥലം പെറ്റ് സ്റ്റേഷനാണ്. അപ്പം ഞാനും വാവയും അമ്മയും പിന്നെ എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു. അവനും എല്ലാവരും കൂടിയിട്ടാണ് ഇന്ന് പെറ്റ് സ്റ്റേഷനിൽ പോയത്. പെറ്റ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ് പെറ്റ് സ്റ്റേഷനിൽ മുമ്പിൽ എൻട്രൻസിൽ തന്നെ ഒരു വലിയൊരു ആന ഉണ്ടായിരുന്നു. ആ ആനേൻ്റെ ചുവട്ടിൽ പോയി കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ കിച്ചുവിന് അതിൻ്റെ കൊമ്പെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ കൊമ്പെല്ലാം പിടിച്ച് വലിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഉള്ളിലോട്ടേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കോഴിക്കാർപ്പിൻ്റെ ഒരു ഏരിയ തന്നെയുണ്ട്. അവിടെയും അത്യാവശ്യം ഫുഡെല്ലാം കൊടുത്ത് നമുക്ക് കോഴിക്കാർപ്പിനെ പിടിക്കുക ഇങ്ങനെ ഫുഡെല്ലാം കൊടുക്കാനൊക്കെ പറ്റും. പക്ഷേ ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ അധികം അവിടെ നിന്നിട്ടില്ല. ഉള്ളിലോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലൊരു വലിയ മീനുണ്ട്. അതിൻ്റെ നെയ്യും എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഡേഞ്ചർ ആണെന്ന് തോന്നുന്നു. കാരണം പെറ്റ് സ്റ്റേഷൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ ആ ഫിഷിന് ഫുഡ് കൊടുക്കുന്ന കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിലവരുടെ കയ്യിൽ നിന്നെല്ലാം ബ്ലഡെല്ലാം വരുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ ഇട്ട് അത് വന്ന് ഇങ്ങനെ കടിച്ചെടുക്കുന്ന ടൈമിൽ കൈയെല്ലാം മുറിയാവുന്നത്. അപ്പം ആ മീനിനെയും കണ്ടു. അതിനിടയ്ക്ക് ഞാനും കിച്ചും കൂടിയും പഞ്ചവർണ്ണ തത്തേനൊക്കെ കയ്യിലെടുത്ത് പിടിച്ച് എക്സ്പീരിയൻസ് ചെയ്തു. കിച്ചേൻ്റെ കളറ് കണ്ടിട്ടാണോ നടത്തില്ല, അതിനെ പോയി പിടിക്കാനൊക്കെ നോക്കിയായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ഒരു ഒച്ചയാക്കലുണ്ടല്ലോ വായും കൊണ്ട്, ആ ഒച്ചയെല്ലാം കേട്ടിട്ട് എന്തോ അവൻ പിടിക്കാനൊക്കെ നോക്കിയായിരുന്നു. അടിപൊളിയായിരുന്നു. അതിൻ്റെ ആ ഒച്ചപ്പാടും ബഹളവും എന്തോ ഒരു വല്ലാത്തൊരു നല്ലൊരു മൊമെൻ്റായിരുന്നു. പിന്നെ ഞാനും ഏട്ടനും കിച്ചും കൂടിയും ബേർഡ്സിൻ്റെ ഒരു ചെറിയൊരു കൂട്ടിൽ കയറി. അവർ കയ്യിൽ ഫുഡെല്ലാം കൊണ്ട് തന്ന ടൈമിൽ ബേർഡ്സ് എല്ലാം പറന്നിറങ്ങി വന്ന് കയ്യിൽ നിന്ന് ഫുഡ് എടുക്കുന്നു. അപ്പോഴത്തേക്കും കിച്ചു അതിനെ പിടിക്കാൻ പോകുന്നു. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കുറേ പക്ഷികളുടെ നടുക്ക് ഒരു രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, അവിടെ ഒരു ഇഗ്വാന ഉണ്ടായിരുന്നു. ഇഗ്വാനേനെ എടുക്കുമ്പോൾ ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, അത് കടിക്കുമോ, ഫസ്റ്റ് ടൈം അല്ലേ. അപ്പം അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. അപ്പം അവർ പറഞ്ഞു ചിലപ്പോൾ കൈ മുറിയാൻ സാധ്യതയുണ്ട്, അതിൻ്റെ കയ്യിലെ നഖം കൊണ്ടിട്ട് മുറിയാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്തോ എൻ്റെ കൈ ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞ പോലെ ആയിരുന്നു. ചെറിയൊരു വേദന, വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അത് അനങ്ങാണ്ട് അവിടെ തന്നെ ഇരുന്നു. പിന്നെ ഏറ്റവും വലിയ ത്രില്ലിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടൊരു ഇഗ്വാനേനെ കയ്യിലെടുത്തു. എത്ര കൂളായിരുന്നറിയോ, അത്ര ശാന്തമായ ജീവി. പക്ഷെ ഞാൻ വിചാരിച്ചത് അതെന്നെ ഉപദ്രവിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാനതിനെ പിടിച്ച സമയത്ത് കിച്ചു വല്ലാണ്ട് കരഞ്ഞുപോയി. പക്ഷേ അവൻ വിചാരിച്ചിട്ടുണ്ട് അവൻ ചിലപ്പോൾ അതെന്നെ കടിച്ചാലോ. പെട്ടെന്ന് ഇത്ര സമയം അവൻ എൻ്റെ കയ്യിലിരുന്നിട്ട് പെട്ടെന്ന് ഞാൻ അവനെ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വേഗം പോയി അതിനെ പിടിച്ചപ്പം അവനെന്തോ പേടിച്ചുപോയി. പക്ഷേ അവൻ കരയുന്ന കണ്ടപ്പോൾ ചെറുതായിട്ടൊരു വിഷമം വന്നു, എന്നാൽ ഉള്ളിലൊരു ചെറിയ സന്തോഷം. അതായത് അവൻ്റെ മനസ്സിൽ എന്നോടുള്ള ആ ഒരു സ്നേഹം, അതെന്തായാലും ആ ഒരു നിമിഷം കാണാൻ പറ്റിയല്ലോ. ആ ഒരു സ്നേഹവും സന്തോഷം ആ ഒരു കുറച്ച് സമയത്ത് എനിക്ക് മനസ്സിൽ തോന്നി. പിന്നെ ആ ഇഗ്വാനേനെ അവിടെ കൊടുത്ത് പിന്നെ കിച്ചനെ പോയി എടുത്ത് അപ്പോഴത്തേക്ക് അവൻ എൻ്റെ കയ്യിലോട്ടേക്ക് നോക്കും. അതെൻ്റെ കയ്യിലുണ്ടോ എന്ന് മാറി മാറി നോക്കുന്നു. എന്തായാലും ആ ഒരു മൊമെൻറ്റ് അതൊരു എന്താ പറയുക, മനസ്സിൽ നിന്ന് മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റായിരുന്നു. പിന്നെ അതിനുശേഷം ചെറിയ ചെറിയ പെറ്റുകളെയും ചെറിയ നായ്ക്കുട്ടികളെയും പൂച്ചേനെയും മത്സ്യത്തിനെയും പാരറ്റ് അങ്ങനെ കുറേ സാധനങ്ങളെ കണ്ടു. ഇവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ മീനിനെയൊക്കെ കാണുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലോട്ടേക്ക് കൈയിടാൻ നോക്കുന്നു. അതിൻ്റെ ചില്ലിന് ഇങ്ങനെ അടിച്ചിട്ട് അവൻ്റെ വിചാരം അതിനെ എടുക്കാൻ പറ്റും എന്നാ. പക്ഷേ അങ്ങനെയെല്ലാം കുറേ ട്രൈ ചെയ്ത് നമ്മളിങ്ങനെ കുറേ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കോഴിക്കാർപ്പിൻ്റെ അടുത്തെത്തി. അപ്പം അതിന് ഫീഡ് കൊടുക്കുന്ന ടൈമിൽ അവർ നമ്മുടെ കയ്യിൽ വന്ന് കഴിക്കും. അപ്പോൾ കിച്ചുവിൻ്റെ കൈ ഒരു പ്രാവശ്യം അതിൻ്റെ അകത്ത് ഇട്ടതേ ഉള്ളൂ. പിന്നെ അവൻ അതിൻ്റെ അകത്ത് നിന്ന് കൈ എടുക്കാനേ വിടുന്നില്ല. ഭയങ്കര കരച്ചിൽ. അവൻ അതിൻ്റെ അകത്ത് കൈ ഇടുക തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് കുറച്ചധികം സമയം അവിടെയാണ് അവനെയും കൊണ്ട് നിന്നത്. കാരണം അവിടെ നിന്ന് എടുത്തിട്ട് വേറെ സ്ഥലത്തോട്ടേക്ക് പോകുമ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലും ബഹളവും ഒന്നും പറയണ്ട. എന്നിട്ട് കുറച്ച് സമയം അവിടെ നിന്നു. പിന്നെ ബാക്കിയുള്ള ബേർഡ്സിനെയും ഓരോ സാധനങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും അവൻ്റെ മൈൻഡ് ഓക്കെ ആയി. പിന്നെ ആ ഒരു വൈബിൽ അങ്ങനെ അങ്ങ് പോയി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഡേയ്സിലല്ല പോയത്, ലീവായിട്ടുള്ള ഒരു ഡേയ്സിലാണ് പോയത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തിരക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മെല്ലെ നോക്കി എല്ലാത്തിനെയും കാണാനും എല്ലാ സംഭവങ്ങളും നന്നായിട്ട് ആസ്വദിച്ച് പോകാനുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ സമയം കിട്ടിയായിരുന്നു അവിടെ. അത് തന്നെയായിരുന്നു മെയിൻ കാര്യം.
പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസിൻ ബ്രദർ ഉണ്ടായിരുന്നു. അവൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തൊക്കെ തന്നു. ഏട്ടനും എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മയുണ്ടായിരുന്നു. അമ്മേനോട് ബേർഡ്സിനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ ആരും നിന്നിട്ടില്ലായിരുന്നു. പിന്നെ അവരുടെ കാർഡും വെച്ചിട്ട് ഞാൻ കയറി എല്ലാം തന്നെ എക്സ്പീരിയൻസ് ചെയ്തു എന്ന് തന്നെ പറയാം. പിന്നെ എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ ചെറിയൊരു സങ്കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം കൂട്ടിലിട്ട് വളർത്തുമ്പം ഒരു വിഷമം. കാരണം ഇവരെല്ലാം പുറത്തു കൂടി ഇങ്ങനെ ഓടിച്ചാടി നടക്കേണ്ടതല്ലേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, കൂട്ടിലടച്ച് വളർത്തിയ ഒരു ജീവിനെ അല്ലെങ്കിൽ ഒരു പെറ്റിനെ അതിനെ പുറത്തോട്ടേക്ക് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് പുറത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അറിയത്തില്ല. കാരണം കുഞ്ഞുനാൾ മുതലേ അവർ ആ ഒരു സാഹചര്യത്തിലാണ് വളർന്നു വന്നത് അല്ലെങ്കിൽ ജീവിച്ചത്. അപ്പം അവർക്ക് അത് സെറ്റായിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അടിപൊളിയായിരുന്നു. പോയി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം കണ്ട് അടിപൊളിയായി. എന്തായാലും ആ പെറ്റ് സ്റ്റേഷനിൽ പോയിട്ടില്ലാത്തവരൊന്ന് പോകണം. കാരണം കണ്ണൂർ മാട്ടൂരിലാണ് ഈ പെറ്റ് സ്റ്റേഷനിലുള്ളത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും പോയിട്ടുണ്ടെങ്കിൽ. പിന്നെ എന്താ പറയുക, എന്തായാലും പോകുന്നത് വെറുതെ ആവില്ല. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണല്ലോ. അപ്പം എന്തായാലും നിങ്ങളൊന്ന് പോയി നോക്ക്. അതെങ്ങനെയല്ലേ, ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അത് മാക്സിമം എൻജോയ് ചെയ്യുക, ജീവിക്കുക, പറ്റുന്ന പോലെ മാക്സിമം എൻജോയ് ചെയ്യുക. അല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ അയ്യോ പറ്റത്തില്ല പിന്നെ പോകാമെന്ന് വിചാരിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുക. പറ്റുന്ന കുഞ്ഞു യാത്രകൾ, ചെറിയ ട്രിപ്പുകൾ, വീടിനടുത്തുള്ള പ്രദേശങ്ങൾ, നാട്ടിൽ തന്നെയുള്ള കുഞ്ഞു സ്ഥലങ്ങൾ, കാര്യങ്ങളൊന്നും നമ്മൾ കാണാൻ തന്നെ ഉണ്ടാവുമല്ലോ. അവിടെയെല്ലാം തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനെയൊക്കെയല്ലേ ജീവിതം. അപ്പോൾ എന്തായാലും നിങ്ങൾ പോകണം, മസ്റ്റായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ്. പിന്നെ ലാസ്റ്റ് പെറ്റ് സ്റ്റേഷൻ വിട്ടിറങ്ങിയപ്പം മനസ്സ് നിറച്ച് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ദിവസത്തെ ഓർമ്മകൾ ഒരു വല്ലാത്ത ഫീലായിരുന്നു കേട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു. പോയി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം കണ്ട് അടിപൊളിയായി. തിരിച്ചു വരുന്ന വഴിക്ക് കോഫി ഹൗസിൽ കയറി ഫുഡെല്ലാം കഴിച്ച് ഐസ്ക്രീമെല്ലാം കഴിച്ച് തിരിച്ച് വീട്ടിലെത്തി. അടിപൊളിയായിരുന്നു കേട്ടോ.